ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവവിശ്വാസം അല്പം പോലും ഇല്ലാതിരുന്ന ഒരു യുവാവ് ഒരു ഫാമിൽ തൻ്റെ കുടുംബവുമായി പാർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വിശ്വാസികളാണ്. മുടങ്ങാതെ ആരാധനകളിൽ സംബന്ധിക്കുന്നവരും. എന്തിനു വേണ്ടി ദൈവം മനുഷ്യനാകണം? യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആവശ്യമെന്ത്? ഈ ചോദ്യങ്ങളാൽ അയാൾ വളരെ ബുദ്ധിമുട്ടി ദൈവമില്ലെന്ന കാഴ്ചപ്പാടിലെത്തി. ഒരു ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവരുടെ ഗ്രാമത്തിലെ ആരാധനാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോയി. ആ സമയം ചെറുതായി മഞ്ഞ് പെയ്യുവാൻ തുടങ്ങി. അല്പനേരത്തിനു ശേഷം മഞ്ഞ് വീഴ്ച കഠിനമായി. അദ്ദേഹത്തിൻ്റെ ഫാമും പരിസരവും മഞ്ഞ് മൂടി തുടങ്ങി. അതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു കൂട്ടം കാട്ടുതാറാവുകൾ മഞ്ഞുകാട്ടിലകപ്പെട്ട് വഴിതെറ്റി ആ ഫാമിൽ എത്തിച്ചേർന്നു. ആ താറാവുകൾ കൂട്ടമായി ഒരു ലക്ഷ്യവുമില്ലാതെ ആ ഫാമിൽ കിടന്ന് അലയുവാൻ തുടങ്ങി. അയാൾക്ക് താറാവുകളോട് ദയവ് തോന്നി. തൻ്റെ ഫാമിലെ ധാന്യപ്പുരയിൽ കയറിയാൽ അവയ്ക്ക് ചൂടേറ്റ് വിശ്രമിക്കാം. അയാൾ വീടിന് പുറത്തിറങ്ങി താറാവുകൾക്ക് കയറുവാൻ തൻ്റെ ധാന്യപ്പുര തുറന്നു കൊടുത്തു. അതിനുള്ളിൽ അവയ്ക്ക് കഴിക്കുവാനുള്ള ധാന്യം നിലത്ത് വിതറി. എന്നാൽ ആ കാട്ടുതാറാവുകൾ ധാന്യപ്പുര കണ്ടതായിപ്പോലും ഭാവിക്കുന്നില്ല. ഇവിടെ കയറിയെങ്കിലേ താറാവുകൾ നശിക്കാതിരിക്കൂ എന്നവയ്ക്ക് അറിഞ്ഞുകൂടെ? അദ്ദേഹം തനിക്കാവുന്നതെല്ലാം ചെയ്തു. എന്നാൽ ഇപ്പോഴും താറാവുകൾ മഞ്ഞിൽ ലക്ഷ്യമില്ലാതെ അലയുന്നു. നിരാശനായ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ വിളിച്ചാൽ ഈ താറാവുകൾ എൻ്റെ ധാന്യപ്പുരയിൽ കയറുകയില്ല. അദ്ദേഹം സ്വയം പറഞ്ഞു, ഞാൻ ഒരു താറാവായെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാകൂ. അല്ല എങ്കിൽ മറ്റൊരു താറാവ് വഴി കാണിച്ചു കൊടുത്താൽ മാത്രമേ അത് സാധ്യമാകൂ. അദ്ദേഹം തൻ്റെ കൂട്ടിൽ കിടന്ന ഒരു താറാവുമായി താറാവ് കൂട്ടത്തിനടുത്തെത്തി. അവരുടെ ശ്രദ്ധ അയാളുടെ കയ്യിലിരിക്കുന്ന താറാവിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പതുക്കെ ധാന്യപ്പുരയിലേക്ക് നടന്നു നീങ്ങി. കാട്ടുതാറാവുകൾ ഓരോന്നായി അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നു തുടങ്ങി. തൻ്റെ താറാവിനെ ധാന്യപ്പുരയിലേക്ക് അയാൾ പറത്തുവിട്ടു. താറാവുകൾ സുരക്ഷിതരായി ആനന്ദത്തോടെ ധാന്യം കഴിക്കുവാൻ തുടങ്ങി. അദ്ദേഹം വീട്ടിലേക്കു കയറി ചാരുകസേരയിൽ കിടന്ന് ചൂടുകാപ്പി കുടിച്ചുകൊണ്ട് തീ കായുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം വന്നു പതിഞ്ഞു. ഞാനൊരു താറാവായെങ്കിലേ ആ താറാവുകൾക്ക് എന്നെ മനസ്സിലാകൂ. ഇതുതന്നെയല്ലേ ദൈവവും ചെയ്തത്? മനുഷ്യരായ നാം എല്ലാവരും കാട്ടുതാറാവുകളെപ്പോലെ ഈ ഭൂമിയിൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്നു. ജീവിതത്തിൽ മരണഭയവുമായി മരണത്തിലേക്ക് നീങ്ങുന്ന ജീവിതം നയിച്ചു. അപ്പോൾ ദൈവപുത്രനായ യേശു മനുഷ്യനായി അവതരിച്ച് സ്വർഗമെന്താണെന്ന് വെളിപ്പെടുത്തുവാൻ നമ്മിലേക്ക് ഇറങ്ങി വന്നു. ആ മനുഷ്യൻ അവിടെ വെച്ച് തന്നെ തൻ്റെ ജീവിതത്തെ രക്ഷകനും പിതാവുമായ യേശുവിൽ അർപ്പിച്ചു. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.